Hi all, welcome to Competitive Cracker. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 24-ാം തീയതിയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ലബൈൽ ആൻഡ് ഇനേർട്ട് കോംപ്ലക്സുകളിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമൈനിങ് ദ ലെബിലിറ്റി ഓർ ഇനേർട്ട്നെസ് ഓഫ് എ കോർഡിനേഷൻ കോംപ്ലക്സ്? ഓപ്ഷൻ എ, thermodynamic stability of the complex. Option B, electronic configuration of the metal ion. Option C, the type of the solvent used. Option D, the color of the complex. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു കോംപ്ലക്സിന്റെ, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ലബൈലാണോ ഇനേർട്ട് ആണോ, അതായത് ഒരു കോംപ്ലക്സിന്റെ ലബൈലിറ്റി അഥവാ ഇനേർട്ട്നെസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ താഴെ പറയുന്നതിൽ ഏത് ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഫാക്ടറാണ് ലെബിലിറ്റി അഥവാ ഇനേർട്ട്നെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ യാതൊരു സംശയവും കൂടാണ്ട് ആൻസർ പറയാം. ഓപ്ഷൻ ബി ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി മെറ്റൽ അയൺ ആണ്. അപ്പൊ എല്ലാവർക്കും സംശയം തോന്നാം അല്ലെ, പണ്ട് പഠിച്ച് മറന്നു പോയിട്ടൊക്കെ ഉണ്ടാവാം, എന്താണ് ഈ ലബൈലും ഇനേർട്ടും കോംപ്ലക്സുകൾ എന്ന് പറയുമ്പോൾ? നമുക്ക് പറയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെറ്റൽ ഉണ്ടാവും, മെറ്റലിനോട് അറ്റാച്ച് ചെയ്തിട്ട് ലിഗാൻസ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ വെറുതെ 2 ലിഗാൻഡ് വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ, നമുക്ക് ലിഗാൻസും ഒക്കെ ഉണ്ടാവും. ഇതിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ ലിഗാൻഡുകളെ വളരെ വേഗം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കോംപ്ലക്സുകളെ നമുക്ക് എന്താന്ന് പറയാം? ലബൈൽ കോംപ്ലക്സ് എന്ന് പറയാം. അതായത് നമ്മൾ കൈനറ്റിക് ആയിട്ടുള്ള കൈനറ്റിക് സ്റ്റെബിലിറ്റി ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റെബിലിറ്റി ആണ് ലബൈൽ അഥവാ ഇനേർട്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിയാക്ഷന്റെ റേറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ, അഥവാ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ, ഇങ്ങനെയുള്ള കോംപ്ലക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലബൈൽ കോംപ്ലക്സ്. സെയിം കോംപ്ലക്സ് അഥവാ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റേറ്റ് വളരെയധികം ലോ ആണെങ്കിൽ, അങ്ങനെയുള്ള കോംപ്ലക്സുകളെ നമ്മൾ ഇനേർട്ട് കോംപ്ലക്സ് എന്ന് പറയും. ഇത് കൈനറ്റിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, അത് ഓർത്തോളണം. തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആണ് നമ്മളൊരു കോംപ്ലക്സ് സ്റ്റേബിൾ ആണോ അഥവാ അൺസ്റ്റേബിൾ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അതെങ്ങനെയാ? ഫോർമേഷൻ കോൺസ്റ്റന്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലേ. ഫോർമേഷൻ കോൺസ്റ്റന്റ് ഒരു കോംപ്ലക്സ്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഫോർമേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ ആ കോംപ്ലക്സ് സ്റ്റേബിൾ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണെന്ന് പറയും. അതുമായിട്ട് ഈ ലബൈലും ഇനേർട്ടിനും യാതൊരു ബന്ധവുമില്ല കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കരുത്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക അതിൽ കിട്ടുക? ഒരു കോംപ്ലക്സ് ലബൈലാണോ ഇനേർട്ടാണോ, അതായത് അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ റിയാക്ഷൻ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതില് നമുക്ക് പറയാം ഈ കോംപ്ലക്സിന്റെ മെറ്റൽ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ടൈപ്പ് ഓഫ് ദി സോൾവെന്റോ കളർ ഓഫ് ദി കോംപ്ലക്സോ ഒന്നുമല്ല ലബൈലിറ്റിയും ഇനേർട്ട്നെസ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമുക്കിനി ഒന്ന് നോക്കിയാലോ, എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു കോംപ്ലക്സ് തന്ന അത് ലബൈലാണോ ഇനേർട്ട് ആണോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു കോംപ്ലക്സ് ലബൈലാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഏതെങ്കിലും ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക, അടുത്തത് നമുക്ക് ബാക്കിയല്ല എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഒന്നുകിൽ ലബൈൽ അഥവാ ഇനേർട്ട്. നമുക്ക് ലബൈൽ അങ്ങ് ഉറപ്പിച്ചേക്കാം മനസ്സിലേക്ക്. എങ്ങനെയാ ഒരു കോംപ്ലക്സ് ലബൈലാണ് എന്ന് പറയാം? ഒരു കോംപ്ലക്സിലെ
മെറ്റൽ അയണിലുള്ള ഇലക്ട്രോൺസ് അഥവാ ഒരു കോംപ്ലക്സിന്റെ മെറ്റലിന്റെ ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നോക്കുമ്പോൾ ഡി ഓർബിറ്റലിൽ 0 1 2 9 10 ഇലക്ട്രോൺസ്, അതായത് ഒന്നുകിൽ അതിന്റെ ഡി ഓർബിറ്റല് കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസ് എം ടി ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായാലും മതി, അല്ലെങ്കിലോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് വേണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ മെറ്റൽ കോംപ്ലക്സ് എന്ത് എന്ന് പറയാം? ലബൈലാണ് എന്ന് പറയാം. അതേപോലെ നമ്മളിപ്പോ D4 D5 D6 D7 കോൺഫിഗറേഷൻ വരുന്ന ഹൈ സ്പിൻ കോംപ്ലക്സുകൾ മോസ്റ്റ് കോമൺ ആയിട്ടും ലബൈലായിരിക്കും. അതിന്റെ റീസൺ എന്താ? ഹൈ സ്പിൻ D4 D5 D6 D7 എന്നൊക്കെ പറയുമ്പോൾ അതിൽ എം ടി ഡി ഓർബിറ്റൽസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, D3 കോൺഫിഗറേഷനിലുള്ള കോംപ്ലക്സുകള് സാധാരണ ഇനേർട്ട് ആണ്. D3 എന്തുകൊണ്ട് ഇനേർട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം D3. അപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ സാധാരണ T2G EG എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലെ. T2G എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അവിടെ ഡി ഓർബിറ്റൽസ് വേക്കന്റ് ഇല്ല, അതുകൊണ്ടാണത് ഇനേർട്ട് ആവുന്നത്. അപ്പോ അതേപോലെ നമുക്ക് പറയാം ഒരു കോംപ്ലക്സ് ഇനേർട്ട് ആവുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതില് ലോ സ്പിൻ ആയിട്ടുള്ള D4 D5 D6 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇനേർട്ട് ആണ്. രണ്ടും പഠിച്ച് കൺഫ്യൂഷൻ ആവരുത്, ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ലബൈൽ പഠിക്കാം. എങ്ങനെയാ? ഒന്നുകിൽ ഫ്രീ ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോ അങ്ങനെ ഓർത്ത് പോവാട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement best describes a labile complex? Option A, complex that is thermodynamically unstable, a complex that undergo slow ligand exchange, a complex that rapidly exchange its ligand with others in solution, a complex with a strong metal ligand bond. ഏതായിരിക്കാം? നമ്മൾ പറഞ്ഞു ലബൈൽ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് എങ്ങനെയായിരിക്കണം? ഫാസ്റ്റ് ആയിട്ട് ഉള്ള റിയാക്ഷൻ റേറ്റ് ഉള്ള കോമ്പൗണ്ടുകളായിരിക്കും ലബൈല്. അപ്പൊ എന്തായിരിക്കാം? ദാറ്റ് കോംപ്ലക്സ് റാപ്പിഡ്ലി എക്സ്ചേഞ്ച് ലിഗാൻഡ് വിത്ത് അതേഴ്സ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. അതായത് ചില തെർമോഡൈനാമിക് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ ലബൈലായിരിക്കാം, ചിലപ്പോൾ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഇനേർട്ടും ആവാം, അതേപോലെ തന്നെ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ലബൈലാവാം, ഇനേർട്ട് ആവാം. ഓക്കെ, അതിനൊന്നും ടെൻഷൻ ആവണ്ട. ഇനി കോംപ്ലക്സ് അണ്ടർഗോ സ്ലോ ലിഗാൻഡ് എക്സ്ചേഞ്ച് എന്താണ്? സ്ലോ ലിഗാൻഡ് എക്സ്ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്നത് ഇനേർട്ട് കോംപ്ലക്സ് എന്നാണ് അല്ലെ. ഇനി അടുത്തത് കോംപ്ലക്സ് വിത്ത് സ്ട്രോങ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആണ്. ആ കേസിൽ ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇനേർട്ടിന് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇനേർട്ടിന്റെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പൊ ഈ കേസിൽ നമ്മളുടെ മാക്സിമം ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. The complex that rapidly exchanges its ligand with others in solution. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The inert complex is characterized by high thermodynamic stability, rapid ligand substitution reaction, slow ligand substitution reaction, weak metal ligand bond. ഏതായിരിക്കാം? ഒരു കോംപ്ലക്സ് ഇനേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത് റിയാക്ഷൻ റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. അപ്പോ സ്ലോ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരുന്ന കോംപ്ലക്സുകളായിരിക്കും ഇനേർട്ട്. ഓക്കെ, വീക്ക് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ ലിഗാൻഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ അതെന്തായിരിക്കും? റിയാക്ഷൻ റേറ്റ് ഫാസ്റ്റ് ആയിരിക്കും, ലബൈലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. റാപ്പിഡ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരുന്നത് ആരായിരിക്കും? റാപ്പിഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതും ലബൈലായിരിക്കും. അപ്പൊ ഇനേർട്ടിന് ആപ്റ്റ് ആയിട്ടുള്ളത് സ്ലോ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ എക്സാം ഒക്കെ ഇങ്ങ് അടുത്തു. നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക്
അറിയില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോ ഇനി വളരെ സമയം കുറവാണല്ലോ, ഇനി പഠിച്ചാൽ എത്തുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കായി നമ്മൾ CCയിലെ 60 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് ഇപ്പൊ നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അതായത് സെറ്റ് എക്സ്ട്രാ 3.0 എന്ന് പറഞ്ഞ 60 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് ആണ്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇതിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നന്നായി പഠിച്ച് ഈ ഒരു സെറ്റ് ഈ ഒരു പ്രാവശ്യം തന്നെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ പഠനം ശരിയായ രീതിയിലാണോ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുന്നിലുള്ളൂ, ആ ഒരു ടൈമിൽ നമ്മൾ ഇനി പഠിച്ചെത്തുമോ, എന്തൊക്കെ ഇനിയുള്ള സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? ഈ സംശയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ജൂലൈ 11-ാം തീയതി നമ്മളൊരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിനായി ആ വെബിനാറിന്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യൂ. അങ്ങനെ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, നമ്മളതിൽ പറഞ്ഞു തരുന്നതാണ്. ഇനിയും വളരെ കുറച്ച് സമയമുള്ളൂ, ഏതൊക്കെ ടോപ്പിക്സ് വേണം നമ്മൾ ഇനി കവർ ചെയ്യാൻ, ഇനി ഏതൊക്കെ ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ കുറച്ച് സമയമുള്ളൂ, 24-ാം തീയതി ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ഈ ഒരു 60 ദിവസം അല്ലെങ്കിൽ ഇനി ഒരു 1.5 മാസം ഉണ്ട്, ആ ഒരു സമയം കൊണ്ട് നമുക്ക് സെറ്റ് കൈക്കലാക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു lead to an inert complex assuming low spin for appropriate configuration? അതായത് ഒരു ഇനേർട്ട് കോംപ്ലക്സിന്റെ കോൺഫിഗറേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് നോക്കാം. ലബൈൽ ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലബൈൽ ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഒന്നുകിൽ empty d ഓർബിറ്റൽസ് വേണം. ഇത് ലോ സ്പിൻ ആണെന്നാട്ടോ പറഞ്ഞത്. നമുക്ക് നോക്കാം. D0 empty ഉണ്ടല്ലോ, അപ്പൊ അത് ഏതായിട്ട് വരും? ഇത് എന്തിൽ കൂട്ടാം നമുക്ക്? ലബൈലാണ്. നമുക്ക് നോക്കാം ഏതാണ് ഇനേർട്ട് വരിക എന്നല്ലേ ക്വസ്റ്റ്യൻ. D3 നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴേ പറഞ്ഞു D3 എന്താണ് വരുന്നത്? D3 കോൺഫിഗറേഷൻ ഇനേർട്ട് ആണ്. ഇതൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ടിക്ക് ചെയ്യാം, D3 ഇനേർട്ട് ആണ്. ഇനി നമുക്ക് നോക്കാം D8. D8 ലോ സ്പിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അതിൽ വരുന്നത്? D8 ലോ സ്പിൻ ആണ്. അപ്പൊ നമുക്കറിയാം T2Gയിൽ എത്ര വരും? T2Gയിൽ 6 ആണ് വരുന്നത് അല്ലെ? T2G 6. EGയിൽ എത്ര വരും? EGയിൽ 2 വരുന്നു. ഓക്കെ, അപ്പൊ അതും നമുക്ക് എന്തായിട്ട് പറയാം? EGയിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ EGയിൽ 1 അതിലധികമോ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് ലബൈലാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോംപ്ലക്സും ലബൈലാണ്. ഇനി അടുത്തതോ D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ഏത് ഗ്രൂപ്പിൽ വരുന്ന നമ്മൾ പഠിച്ചത്? ലബൈൽ ഗ്രൂപ്പിൽ വരും എന്നാണ് പഠിച്ചത്. അപ്പൊ നമുക്കറിയാം ഇതില് ഓപ്ഷൻ ബി D3 കോൺഫിഗറേഷൻ ആണ് ഇനേർട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് കോംപ്ലക്സ് FeH2O 6 times 3+ ആൻഡ് ഇത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആട്ടോ. ക്രോമിയം H2O 6 times 3+. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നോക്കാം നമുക്ക്. Fe എന്ന് പറയുമ്പോൾ ഇതിലുള്ള Fe 3+ ആണ്. ഓക്കെ, ഹൈ സ്പിൻ ആണ്. ഇതിലോ ക്രോമിയം 3+. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ക്രോമിയം 3+ എന്ന് പറഞ്ഞ ഏതാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം. D5 4s1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3+ എന്ന് പറയുമ്പോൾ D3 ആണ് വന്നത്. D3 ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. D3 ഇനേർട്ട് ആണ്. അപ്പൊ ഇത് ഇനേർട്ട് കോംപ്ലക്സ് ആണ്.
അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ബോത്ത് ആർ ഇനേർട്ട്. ഇതുകൂടി അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അയൺ Fe3+ കോംപ്ലക്സ് ആണ് വരുന്നത്. Fe3+ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അയൺ എന്ന് പറയുമ്പോൾ 3d6 ആണ്. അപ്പൊ Fe3+ എന്ന് പറയുമ്പോൾ 3d5 ആണ് വരിക. 3d5 ഹൈ സ്പിൻ. നമ്മൾ പറഞ്ഞു ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ T2Gയിലാണ് 5 ഇലക്ട്രോൺസ്. സോറി, T2Gയിൽ ഹൈ സ്പിൻ ആണ് നമ്മൾ പറയുന്നത്. ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്തായിരിക്കും? നമ്മള് ഓരോ ഓർബിറ്റൽസിലും ഒക്കുപ്പൈ ചെയ്ത ശേഷം മാത്രമേ പെയറിങ് നടക്കുള്ളൂ അല്ലെ. അപ്പൊ T2G EG നോക്കൂ, 1 2 3 4 5 ആണ് വരുന്നത് അല്ലെ. ഹൈ സ്പിൻ ആയിട്ടുള്ള D5 എന്തായിരിക്കാം ആൻസർ വരിക? ഹൈ സ്പിൻ D5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്? EGയില് ഒന്നോ അധികമോ ഇലക്ട്രോൺസ് വന്നാൽ ആ കോംപ്ലക്സ് ലബൈൽ ആണെന്നൊരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ D5 ഹൈ സ്പിൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്, ലബൈൽ ആണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കോംപ്ലക്സിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് സെക്കൻഡ് കോംപ്ലക്സ് ഇനേർട്ട് ആണ്, ഫസ്റ്റ് കോംപ്ലക്സ് ലബൈൽ ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഫാക്ടർ ജനറലി ഡിക്രീസസ് the lability of a complex? Increasing the size of the central metal ion within a period, decreasing the charge of the central metal ion, transitioning from a 3D metal to a 4D or 5D metal having similar oxidation state ആണ്, increasing the number of filled d orbitals. Okay, അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലെബിലിറ്റിയെ ഡിക്രീസ് ചെയ്യിക്കുന്ന ഫാക്ടർ, അതായത് ഇനേർട്ട്നെസ്സിനെ കൂട്ടുന്ന ഫാക്ടർ. നമ്മൾ പഠിക്കുന്നതാണ് സൈസ് കുറയുമ്പോൾ, മെറ്റൽ അയേണിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ആ കോംപ്ലക്സ് ഇനേർട്ട് ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം 3Dയിൽ നിന്നും 4D 5D സീരീസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഇനേർട്ട്നെസ് കൂടുന്നു അഥവാ ലബിലിറ്റി ഡിക്രീസ് ആവുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് പറയാം സൈസ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയൺ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ലബിലിറ്റി ആണ് ഇൻക്രീസ് ആവുന്നത്. ഇനി ചാർജ് ഓൺ ദി മെറ്റൽ അയൺ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും ലബിലിറ്റി തന്നെയാണ് ഇൻക്രീസ് ആവുന്നത്. നമ്പർ ഓഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് കൂടുന്നതിനനുസരിച്ചും അതും എന്തിനെ തന്നെയാണ്? ലബിലിറ്റിയെ തന്നെയാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലബിലിറ്റിയെ ഡിക്രീസ് ചെയ്യിക്കുന്ന ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ജനറലി ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് എ ലബൈൽ കോംപ്ലക്സ്? ഒരു കോംപ്ലക്സിന്റെ ലബിലിറ്റിയെ ഫേവർ ചെയ്യുന്ന, ജനറലി ഫേവർ ചെയ്യുന്ന, ലബൈൽ കോംപ്ലക്സിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഹൈ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ലോ സ്പിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ D4, D5 and D6, empty or fully filled d orbitals, strong ligand field. അപ്പൊ നമുക്കറിയാം empty or fully filled d ഓർബിറ്റലുകളാണ് ഏതിന് എക്സാമ്പിള്? ലബൈൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ. അടുത്തത്, ദ ലബിലിറ്റി ഓഫ് എ കോംപ്ലക്സ് പ്രൈമർലി റെഫേഴ്സ് ടു ഇറ്റ്സ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി, സ്പെക്ട്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, റേറ്റ് ഓഫ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഏതായിരിക്കാം? നമുക്ക് പറയാം അതില് പ്രൈമറിലായിട്ട് ഇനേർട്ട്നെസ്, ഒരു കോംപ്ലക്സിന്റെ ഇനേർട്ട്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റേറ്റ് ഓഫ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് പറയുന്നത്. റേറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ കോംപ്ലക്സ് എന്തായിരിക്കും? ലബൈൽ ആയിരിക്കും. റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ, അതായത് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ലബൈൽ കോംപ്ലക്സുകളുടെ ആട്ടോ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ റേറ്റ് ഓഫ് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് ലബൈലിറ്റി ഓർ ഇനേർട്ട്നെസ് ഓഫ് എ കോംപ്ലക്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കോംപ്ലക്സ്, കൺസിഡർ എ കോംപ്ലക്സ് വിത്ത് D6 configuration
For it to be inert, what kind of spin state is generally required? ഒരു കോംപ്ലക്സ് D6 ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എന്താവാൻ, ഇനേർട്ട് ആവാൻ വേണ്ടി ഏത് സ്പിൻ സ്റ്റേറ്റിലായിരിക്കണം ഈ കോംപ്ലക്സ്? ലോ സ്പിൻ ആവണോ ഹൈ സ്പിൻ ആവണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഈ കോംപ്ലക്സ് രണ്ട് രീതിയിലും നമുക്ക് നോക്കാം. D6 ലോ സ്പിൻ കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? T2G6 EG ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ EG0 എന്നുള്ളതായിരിക്കും. ഇനി ഈ കോംപ്ലക്സ് ഹൈ സ്പിൻ ആയാലോ ഏതായിരിക്കും വരാ? D6 അല്ലേ വന്നിരിക്കുന്നത്, T2G4 EG2. അപ്പൊ നമുക്ക് എന്ത് പറയാം? EGയില് അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നു. അപ്പോ ഈ കോംപ്ലക്സ് ലബൈൽ ആവണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഹൈ സ്പിൻ ആയിരിക്കണം. എന്നാൽ ഇനേർട്ട് ആവണമെങ്കിലോ ഈ കോംപ്ലക്സ് ലോ സ്പിൻ ആയിരിക്കണം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.